എങ്ങാനും കെ.സി. വേണുഗോപാലിനെയാണ് പ്രഖ്യാപിക്കുന്നതെങ്കിൽ ഘടകകക്ഷികൾ ഉൾപ്പെടെ എതിർപ്പറിയിക്കുമെന്ന രീതിയിലുള്ള ഒരു ആശങ്കയുണ്ടോ ഹൈക്കമാൻഡിന്? അതായിരിക്കുമോ ഇങ്ങനെ വൈകാൻ കാരണം? മഞ്ജുഷ, ഇതിനകത്ത് ഘടകകക്ഷികളുടെ അഭിപ്രായം ഒരു വലിയ സിഗ്നിഫിക്കന്റ് ഫാക്ടറായിട്ട് നിലവിലെ അവസ്ഥയിൽ തോന്നുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലെ കോൺഗ്രസിന് കിട്ടുന്ന ഒരു മൃഗീയ ഭൂരിപക്ഷമുണ്ട്. ഈ മൃഗീയ ഭൂരിപക്ഷം 63 അംഗങ്ങളുണ്ട്. അതിന്റെ കൂടെ 3 സ്വതന്ത്ര അംഗങ്ങളുണ്ട്. 66 പിന്നീട് ഈ പറഞ്ഞ ഒറ്റ പാർട്ടികൾ മാണി സി കാപ്പൻ, കെ രമ, അനൂപ് ജേക്കബ്, പിന്നെ CP ജോൺ, ഇത്രയും പേരുടെ പിന്തുണ ഉണ്ടെങ്കിൽ ഭരിക്കാനുള്ള ഭൂരിപക്ഷമായി. ഈവൻ RSPയോ അല്ലെങ്കിൽ ജോസഫ് ഗ്രൂപ്പിനെയോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെയോ കൂടെ കൂട്ടാതെ തന്നെ ഭരിക്കാനുള്ള ഭൂരിപക്ഷം കോൺഗ്രസിന് അതോടെ കിട്ടിക്കഴിഞ്ഞു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അപ്പൊ ഘടകകക്ഷികളുടെ അഭിപ്രായം തീർച്ചയായും ഒരു ജനാധിപത്യ രീതിയിൽ അവരുടെ അഭിപ്രായത്തിന് വില കൊടുക്കുമെങ്കിലും അവരുടെ അഭിപ്രായം ഒരു ഡിസൈഡിങ് ഫാക്ടർ ആയിരിക്കില്ല ഇതിനകത്ത്. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം, ഇപ്പൊ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് കൃത്യമായ ഒരു പക്ഷം പിടിച്ചുള്ള ഒരു പ്രവർത്തനം നടത്തുന്നുണ്ട്. അപ്പൊ ആ പക്ഷം പിടിച്ചുള്ള പ്രവർത്തനം നടത്തുമ്പം ഹൈക്കമാൻഡ് അതിലും ആശങ്കകളുണ്ട്. കാരണം ഇപ്പൊ VD സതീശനെ വേണ്ടിയിട്ടാണ് മുസ്ലിം ലീഗ് വളരെ ഓപ്പൺ ആയിട്ട് ഒരു പിച്ചിങ് നടത്തുന്നത്. ഇതിനകത്ത് ഏറ്റവും വലിയ ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ VD സതീശന് ഭരണപരിചയം കുറവാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും കുഞ്ഞാലിക്കുട്ടി ഒരു സൂപ്പർ മുഖ്യമന്ത്രിയായിട്ട് ഈ ഭരണം ഹൈജാക്ക് ചെയ്തേക്കുമോ എന്ന് പറയുന്ന ഒരു ഭയം ചിലപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് കോൺഗ്രസ്സുകാർക്കുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളൊരു ഭയം അവിടെ നിലനിൽക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഘടകകക്ഷികളുടെ അഭിപ്രായത്തിന് വലുതായിട്ട് വഴങ്ങിക്കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകുമെന്ന് എനിക്ക് തൽക്കാലം തോന്നുന്നില്ല. അതിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് തോന്നുന്ന ഒരു ലാർജർ കൺസെൻസസ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഹൈക്കമാൻഡ് നടത്തുന്നത്. അതായത് ഹൈക്കമാൻഡ് കൃത്യമായ ഒരു തീരുമാനം ഉണ്ടാകണം ഇതിനകം തന്നെ. ആ ഹൈക്കമാൻഡിന് കൃത്യമായ ഒരു തീരുമാനം ഇല്ലെങ്കിൽ കെ.സി. വേണുഗോപാൽ, സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ നിൽക്കുന്ന കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞതുപോലെയുള്ളൊരു രംഗമൊരുക്കില്ല. അപ്പൊ അങ്ങനെ രംഗം ഒരുക്കിയിട്ടുണ്ടെങ്കിൽ ഹൈക്കമാൻഡ് അനുഗ്രഹാശിസുകളുണ്ട്. പക്ഷെ അതൊരു പ്രശ്നമായി വന്ന സ്ഥിതിക്ക് ഹൈക്കമാൻഡ് അതിന്റെ എല്ലാ പ്രോസ് ആൻഡ് കോൺസും പഠിക്കുകയാണ്. അപ്പം അതായത് ഇത് ഹൈക്കമാൻഡ് അടിച്ചേൽപ്പിച്ച ഒരു തീരുമാനമല്ല, മറിച്ച് വ്യാപകമായിട്ട് എല്ലാവരുടെ അഭിപ്രായങ്ങൾ എടുത്ത് എല്ലാവരെയും ഉൾക്കൊണ്ട് എല്ലാവരെയും കേട്ട് അതിനുശേഷം ഞങ്ങളുടെ അഭിപ്രായം പറയുകയാണ് എന്ന് പറഞ്ഞ ഒരു ജനകീയ അഭിപ്രായമായിട്ട്, അല്ലെങ്കിൽ പാർട്ടിയുടെ എല്ലാ ഉന്നത നേതാക്കളെയും വിളിച്ച് അവരുമായിട്ടെല്ലാം സംസാരിച്ച് അവരുടെ എല്ലാ അഭിപ്രായം ഉൾക്കൊണ്ട് മുന്നോട്ട് വെക്കുന്ന ഒരു തീരുമാനമായിട്ടാക്കാനുള്ള ശ്രമമാണ് ഒന്നാമത്തത്. രണ്ടാമത്തതെന്ന് പറയുന്നത് അവര് ടൈം ബൈ ചെയ്യുകയാണ്. കാരണം നിലവിൽ തെരുവിൽ വരെ എത്തിക്കഴിഞ്ഞു കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി പ്രശ്നം. അപ്പൊ അത് നീ ഫർദർ അഗ്രവേറ്റ് ചെയ്യാതിരിക്കാനും അതിനോടൊപ്പം തന്നെ ഈ നിലവിലുള്ള സംഭവഗതികളെ ഒന്ന് തണുപ്പിക്കാനുമായിട്ട് അപ്പൊ അതിന് ടൈം ബൈ ചെയ്യുകയാണ്.